വെൽക്കം ടു ഡ്രീം ലൈഫ്. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. എൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡ് എന്താ പറയുക, ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ. പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ണായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പോലെ അല്ല കേട്ടോ, സെക്കൻഡ് ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ക്ഷീണം കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ തടിയൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ ഫുൾ വീഡിയോ എന്നിട്ടതിൻ്റെ ശേഷം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് പോലെ അല്ല, ഫസ്റ്റ് തേർഡ് മന്ത് പോലെ അല്ല കേട്ടോ. ഇപ്പോൾ ഒരു തേർഡ് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ബെറ്ററാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ 5th മന്തിലെ ഒരു ഡേ, അത് സൺഡേ ആണ്. സൺഡേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, കാരണം അന്നല്ലേ കണ്ണേടനൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ കൈവേദന എടുക്കുള്ളൂ. ഇപ്പോൾ ഏകദേശം ടൈം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നീച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ രാത്രി നൈറ്റ് ഫിലിമിന് പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം നീച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇന്ന് എൻ്റെ ഡേ കുറച്ച് എനിക്ക് കൈ കടയണമല്ലോ കേട്ടോ ഗൈസ്, ഞാൻ ഇങ്ങനെ ആക്കണം. അപ്പോൾ ഇതാ ഈ കൈ പിടിക്കാം. അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോശമാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഡെയിലി ടാബ്ലറ്റ് കഴിച്ചോളാം വോമിറ്റിങ്ങിൻ്റെ. അപ്പോൾ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ വയ്ക്കാം ഗൈസ്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു രാവിലെ എന്നും ടാബ്ലറ്റ് കഴിക്കും വോമിറ്റിങ്ങിൻ്റെ. അപ്പം ഞാൻ ഇപ്പോൾ 5th കഴിഞ്ഞ് 6th ആവാറായില്ലേ. അപ്പോൾ എല്ലാം ക്ലിയർ ഇല്ല അല്ലേ. അപ്പോൾ 5th കഴിഞ്ഞ് 6th ആവാറായില്ലേ. അപ്പോൾ 6th ആവാറായപ്പോൾ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമൊന്നും കഴിച്ചില്ല. പക്ഷെ ഇന്നലെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്ന് രാവിലെ വെച്ചിട്ട് ഭയങ്കര വോമിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ കണ്ണേട്ടനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ടാബ്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വന്നാലും വേഗം ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ രാവിലെ ആയതുകൊണ്ട് ആൾക്ക് കുറച്ച് മടിയുണ്ട്. എന്നാലും കുറേ തവണ വിളിച്ച് വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അന്നത്തെ ഡേ ഫുള്ള് പോക്കാവും ഗൈസ്. കാരണം പിന്നെ രാവിലെ മുതൽ വോമിറ്റിംഗ് ആണെങ്കിൽ പിന്നെ ഒന്ന് ഫുൾ വോമിറ്റിംഗ് ആവും. എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം മെല്ലെ മെല്ലെ കഴിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. അപ്പം അത് കാരണമാണ് കേട്ടോ. ഇപ്പം വേണ്ട കുളിക്കാൻ പോയിട്ടുണ്ട്. എന്താ കണ്ണേട്ടൻ്റെ ആയുധം ഇവിടെ വെച്ചിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബേബിക്ക് നല്ല ഉറക്കമാണ്. കണ്ട ഫാൻ ഓഫ് ചെയ്താൽ അവൻ നീക്കാറുണ്ട്. ഫാൻ വെച്ച് എന്തെങ്കിലുമൊക്കെ ഓഫ് ചെയ്താൽ നീക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2 ഓഫ് ചെയ്തിട്ട് അവൻ നീക്കുന്നില്ല. നമുക്ക് അവനെയൊക്കെ വിളിക്കണം, ഒരുപാട് പണിയുണ്ട്. എന്തായാലും ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. 2-3 വോമിറ്റിങ് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അക്കു പാവറങ്കോട്ടെ അക്കു പൊന്നെ അക്കു 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 കുളിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? ചൂടെടുക്കണില്ല എനക്ക്. ഞാൻ ഫാൻ ഓഫ് ചെയ്തല്ലോ. ഇതൊക്കെ ഇങ്ങോട്ട് വായ, ഇങ്ങോട്ട് കയറി കിടക്ക്, ഇങ്ങോട്ട് കയറി കിടക്ക്. അപ്പോൾ ഉണന്നിട്ടാ കിടക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല കുട്ടി. ഹായ് പറ. അതെന്താ കുഞ്ഞ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്? അഞ്ഞോത്തെ എന്നൊന്ന് കാണിച്ചു കൊടുത്തേ ഡേയ്സിന് എന്താ ചെയ്യാന്ന് കാണിച്ചു കൊടുത്തേ. ജസ്റ്റ് ഒന്ന് ചെയ്യും, ഉമ്മ കൊടുക്കൊന്നുമില്ല. അങ്ങനെ നോക്കി ഞങ്ങൾ എഴുന്നേക്കട്ടെ അല്ലേ.
കാലൊന്നും കാണാല്ലേ, മുഖം കാണാണ്ട്, മുഖവും വയറും പിന്നെ തലേനെ. മുടികെട്ടിട്ടോ ഗൈസ്. വീഡിയോ സ്റ്റാൻഡ് നിർത്തിട്ട് കെട്ടിയിട്ട് കാണാം അല്ലേ? ഞാൻ മുടി കെട്ടിയില്ലേ? ഇനി പല്ല് വെച്ചിട്ട് വരാ പറ. കുട്ടി പല്ലൊക്കെ തേക്കിട്ടോ ഗൈസ്, ഒറ്റയ്ക്ക് തേക്കും. ഇപ്പം പല്ല് തേക്കണ വീഡിയോ ഒക്കെ കുറെ എടുത്തത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. പോയി പല്ല് വെച്ചിട്ട് വരാം. എന്തിന്? ശരി, നടക്ക്. നടന്നോ? ഈ ഇങ്ങോട്ട് നോക്ക്. എന്ത് പോയപ്പോ? അപ്പൊ എന്തിനാ വിഷമായി? പണ്ട് എന്തിനാ വിഷമായി? അപ്പൊ കുട്ടിയുടെ കൂടെ കളിക്കാതും പറ്റില്ല അല്ലേ? അപ്പൊ വിഷമായി അല്ലേ? വിശപ്പില്ല. അപ്പൊ കാലിട്ടാടെ കാലിട്ട് പറ. ഏത് കാല? അക്കു വന്നിട്ട് ഈ കാലില് ചിലപ്പോ അടിക്കുകയൊക്കെ ചെയ്യും ഗൈസ്. അല്ല, കല്യാണത്തിന് നമ്മൾക്ക് ഗുളിക വാങ്ങിക്കാനാ പോണ്. കുറെ നേരമായി. കണ്ടോ ഈ നെറ്റ് ഇട്ടപ്പോ കുറച്ച് തടി തോന്നുന്നു കേട്ടോ ഗൈസ്. ഇത്ര തടി ഇല്ല അല്ലേ ഗൈസ്? ഇതാണ് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ട് ഞാൻ ഡാൻസ് നടത്തുന്നില്ല. ഇത്രക്ക് അങ്ങോട്ട് ഇത് വീഡിയോയില് കാണുന്ന അത്രക്ക് അങ്ങോട്ട് ഇല്ല കേട്ടോ. എല്ലാരും കാണുമ്പോ വയറില്ല ഇല്ലാന്ന് പറയാ. പക്ഷെ ഇതിപ്പോ അമ്മയുടെ നെറ്റ് ആയതുകൊണ്ട് അമ്മയുടെ ലാൻഡിയുടെ നെറ്റ് അല്ലെങ്കിൽ ചെറുതൊക്കെ സ്ലിം ആയി തോന്നും. ഇതാണ് ഗൈസ്. ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചു നോക്കട്ടെ. ഇവന് വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ആരിളകിട്ട്? എന്താ കഴിക്കാൻ പോണ്? ആദ്യം മുതൽ പറയാം. ഹലോ ഗൈസ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഡാഡ പിന്നെ കുളിക വാങ്ങാൻ പോയി അമ്മക്ക്. ഇത് ചായ, ഇത് എന്താ പറയുക ഇഡ്ഡലി, പിന്നെ ഉണ്ണി മുട്ട, പിന്നെ ചട്നി, എന്താ പറയുക ചമ്മന്തി. ശരി, കഴിച്ചു വേഗം. ഉള്ളി മുളകും പിന്നെ മുളകല്ലേ? തേങ്ങ മാങ്ങ ചമ്മന്തി ആരെങ്കിലും ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ ഉണ്ടാക്കുവോ? ചോറിനല്ലേ ഉണ്ടാക്കുക? മാങ്ങ കൊണ്ട് വട ഉണ്ടാക്കി തരാ. മാങ്ങ എവിടുന്നാ? മാങ്ങ താവട്ടുണ്ട്, അത് വെട്ടിക്കോ. അപ്പൊ ഗൈസ് അക്കു ബേബി കുക്കു ബേബി കക്കു ബേബി ഉണ്ടായിരിക്കാൻ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പം സമയം ഏകദേശം 11:30 ഒന്നും കഴിച്ചിട്ടില്ല. എത്ര നേരമായിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. വെള്ളം കുടിക്കുമ്പോൾ തന്നെ വോമിറ്റിങ്ങാണ്. അപ്പോൾ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ടാബ്ലറ്റ് കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ടാബ്ലറ്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. മറന്നുപോയി ഇന്നലെ വായിക്കാൻ വേണ്ടിയിട്ട്. അത് കൊണ്ടുവന്നിട്ട് അത് കഴിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ല. ജസ്റ്റ് കഴിച്ചു നോക്കാം, അതായത് വോമിറ്റ് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടി ഒരു മാടെ കഷ്ണം കഴിച്ചു. അതുവരെ വോമിറ്റ് ചെയ്തിട്ട് വയസ്സ് ഭയങ്കര ടയർഡായി. അപ്പോൾ അതാ മറ്റാളും കിടന്ന് ഇതാവാൻ തുടങ്ങിയിട്ടുണ്ട്. വിശന്നിട്ടായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്?
നല്ല അവസ്ഥ. പിന്നെ ഇപ്പോൾ അങ്ങനെ വന്ന് കിടന്നു കുളിക്കണം, മേല് കഴുകണം, ഡ്രസ്സ് മാറ്റണം, ഭക്ഷണം കഴിക്കണം. പക്ഷെ നീക്കുമെന്ന് അറിയില്ല. ഇതാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. വീഡിയോ എടുത്ത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കേണ്ടാവില്ല, ഞാൻ കിടക്കണമെന്ന് മാത്രമേ കാണിക്കേണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നേരം കിടന്ന് ഫുഡ് കഴിക്കുമ്പോൾ കാണാട്ടോ. അതെ, ഭാര്യയും കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഛർദി കാരണല്ല. എന്താ കഴിച്ച് സമയം പറഞ്ഞു കൊടുക്കും. സമയം എന്താ 11:45 ചെറിയ സമയം. നേരത്തെ ഇന്ന് നല്ല ലേറ്റാ, അല്ലെങ്കിൽ 10:30 അവിടെ നിന്നാണ് കഴിക്കാം. 10:30 കഴിക്കും. ഹലോ, കുളിക്കണ്ടേ? വേണ്ട, ഇന്ന് നാളെ കുടിക്കാം. ഓക്കെ. ഏതോ പടം മുട്ടയൊക്കെ വളർന്നു. ഞാൻ കഴിക്കും. അതിന് ഒരു തുള്ളി മധുരം ഇട്ടിട്ടുള്ളൂ എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ കുടിക്കാനാ പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് കുട്ടിയുടെ അവസ്ഥ. എന്തിനാ പറഞ്ഞു കൊടുക്കണേ? സമയം 12 മണിയായിട്ടാണ് കഴിക്കാൻ പറ്റുന്നത്. ആക്കി തരാം കേട്ടോ. 12 മണിയായി. എന്നിട്ട് എൻ്റെ കുട്ടി ഒരു തുള്ളി ഭക്ഷണം കഴിക്കണേ. അപ്പോൾ ഗായ്സ്, അന്ന് രാവിലെ പാല് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ഹോർലിക്സും പാലും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ അതൊക്കെ അവനെ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ഭയങ്കര വാശിയാണ്. അപ്പോൾ അത് അവൻ ഇതാക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ അത് കഴിച്ചത് എനിക്ക് വോമിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ മാങ്ങ ഉപ്പിട്ടിട്ട് കുറച്ച് ചെനച്ച മാങ്ങ കഴിച്ചു കേട്ടോ ഗായ്സ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ കിടക്കണം. അവിടെ ഒരു ആക്സസ് പൊന്നോ ഉറങ്ങ. ഒമിറ്റ് ഇടാ, ഒതുങ്ങിയിരിക്കുക. ഒമിറ്റ് ചെയ്യാൻ വന്നിട്ടേ ഉണ്ടാതെ കിടക്കും, കണ്ണടച്ച് കിടക്കും, ഒതുങ്ങി കിടക്കും. അക്കുപ്പാ ആ അല്ല, അവനറിയാട്ടെ. അവൻ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടേ നടക്കുള്ളൂ. അല്ല, വെറുപ്പിക്കുന്നുണ്ടോ അതിനെ? ഇടാ, ഒതുങ്ങിയിരിക്കുക. അടി കിട്ടും. ഉണ്ടോ? ഇതാണ് ഇവനെ ഇങ്ങോട്ട് കയറ്റി വിടാറില്ലേ ഞാൻ. അധികം പുറത്ത് കളിപ്പിക്കും. വേണ്ട, അമ്മ ഉറങ്ങിക്കോട്ടെ. അപ്പോൾ ഗൈസ്, കുറച്ച് നേരം കിടന്നതിൻ്റെ ശേഷം ഞാനൊന്ന് അടിച്ചു വാരി കൊടുക്കാൻ വിചാരിച്ചോട്ടെ അമ്മയ്ക്ക്. എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല, ചില ദിവസം ഓരോന്നും അടിച്ചു വാരി കൊടുക്കും. ചെറുതായിട്ട് തോന്നുമ്പോൾ മാത്രമേ എനിക്ക് വെയ്ക്കില്ല ഗൈസ്. അതാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കുളിപ്പിക്കാൻ തട്ടാക്കൂല. അമ്മയാണ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അമ്മയുടെ കയ്യിൽ വയ്യാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എണ്ണയൊക്കെ തേച്ച്, നമുക്ക് മുടി വളർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ എപ്പോഴും പേനും മീനൊക്കെ നോക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അക്കുപ്പ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഇടാന്ന് പറഞ്ഞിട്ട് സുന്ദരി ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. മുറുക്കൊന്നും ഇരുന്നിട്ട് അതിനപ്പം ഞാനും പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അവന് ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഒറ്റയ്ക്ക് കഴിക്കും അവൻ, പക്ഷെ കൂടുതൽ അവന് വയറ് നിറയണമെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം കേട്ടോ ഗൈസ്. എന്നിട്ട് അവന് കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് ബീഫും പപ്പടും അച്ചാറ് പിന്നെ കറി അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് ഞാൻ കണ്ടായിരുന്നു, ഫുഡ് കഴിച്ചു. ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഗായ്സ്. ഒരു സമയം എത്ര ഉണ്ടാവും? 2:30 ഉണ്ടാവും. അപ്പോൾ വിചാരിച്ചു ഫുള്ള് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ആവും. അത് മാത്രമൊന്നുമല്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഈ വോമിറ്റിങ് കടന്നുറങ്ങല് നീക്കില്ല, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് പോവുക ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കടിയാം. ഗൈസ് അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഉച്ച വരില്ല, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ 6th മന്ത് സ്റ്റാർട്ട് ആയിട്ടില്ല, 5th മന്തിലെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടെ തന്നെ പറയാൻ വിചാരിച്ചു. എനിക്ക് ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും തുടങ്ങിയത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. രണ്ടാളും ഒതുങ്ങിയിരുന്നോട്ടോ. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. ഞാൻ എന്നോട് നോക്കിയാ ഫസ്റ്റ് ടു 3rd മന്ത് വരെ
തേർഡ് മന്ത് കഴിഞ്ഞിട്ട് അയ്യോ ഫസ്റ്റ് മന്ത് മുതൽ വോമിറ്റിംഗ് തന്നെയായിരുന്നു വോമിറ്റിങ്. ഇപ്പൊ കുറച്ച് വോമിറ്റിംഗ് കുറവുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കേണ്ട കാര്യത്തിൽ കുറച്ച് കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. ആദ്യത്തെ ഒരു 4 മാസം വരെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഒന്നും പറഞ്ഞാൽ പച്ച വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ, പച്ചവെള്ളം ചൂടുള്ള ചുക്കുവെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും പറ്റിയതിനേക്കാൾ ബെറ്റർ ആയി എന്നാ പറയുന്നത്. നന്നായി വയറാഴ്ച കഴിച്ചു എന്നല്ല പറയുന്നത്. പച്ചതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. പച്ചവെള്ളം കുടിക്കാൻ മറ്റേത് രാവിലെ നീക്കുക തന്നെ ഒരു വോമിറ്റിംഗ് ആയിട്ടാ നീക്കുക. പിന്നെ ഫുൾ അങ്ങോട്ട് വോമിറ്റിംഗ് ആണ്. രാത്രി ഉറങ്ങണ വരെ ഫുൾ ടൈം വോമിറ്റിംഗ് ആണ്. ഒരു ദിവസം എത്രയോ വോമിറ്റിംഗ് മാത്രല്ല ഗ്യാസ്. അതെന്താ പറയാത്ത, ഗ്യാസ് ആണ് ഏറ്റവും. വോമിറ്റിംഗ് എനിക്ക് പിന്നെ ഫസ്റ്റ് അക്കൂന്റെ എക്സ്പീരിയൻസ് ഉള്ളത് കാരണം കുഴപ്പമില്ല. അക്കൂനിൽ ഇത്ര ഗ്യാസ് ഉണ്ടായിരുന്നില്ല അല്ലെ. ഗ്യാസ്, ശ്വാസം മുട്ടല്, വോമിറ്റിംഗ്. പക്ഷെ അക്കുനേന്ന് വോമിറ്റിംഗ് ഉണ്ടെങ്കിലും അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുക ഒരു സ്ഥലത്ത് വോമിറ്റ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക ഒരു സ്ഥലത്ത് വോമിറ്റ് ചെയ്യുക, അങ്ങനെ പറ്റിണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനേ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതെനിക്ക് വലിയ ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര ക്ഷീണം, ഫുള്ള് ക്ഷീണം. ഇങ്ങനെ എപ്പോഴും കിടക്കാൻ തോന്നുക. അപ്പൊ കിടക്കുമ്പോ ഇവിടെ അമ്മയാണെങ്കിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എപ്പോഴും. ഇവര് പറയും ഇടക്ക ഒന്നും പറയില്ല, ഇടക്ക പറയും ഇങ്ങനെ നടന്നോടെ എപ്പോഴും കിടന്നു. പക്ഷെ നമ്മളിങ്ങനെ കിടക്കണ സമയത്ത് ഇങ്ങനെ എപ്പോഴും ഗ്യാസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഒന്ന് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ സിറ്റുവേഷനിൽ ഒരു പലരും ഉണ്ടാവും. കാരണം പറ്റണില്ല, നമുക്ക് കിടക്കാൻ തന്നെ തോന്നിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഗ്യാസും വോമിറ്റിംഗ് ഒക്കെ ഒത്തിരി കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ മുഖമൊക്കെ ഒരു ഉണ്ടായ പോലെ ആയിട്ടുണ്ട്. പിന്നെ കുത്തും അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. വലിയ ചേഞ്ചസ് ഇതുവരെ വന്നിട്ടില്ല. എനിക്കൊന്നും തോന്നില്ല. നീരൊന്നല്ല നീരൊന്നും വന്നിട്ട് അക്കൂന്റെ ഒക്കെ ഒരു 6 month ഒക്കെ ആയപ്പോൾ നീര് വരാൻ ഇപ്പൊ അറിയില്ല. 5th കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്താ പറയാനുള്ളത്, അത്രേ ഉള്ളൂ. 6 month കഴിയും. 6 monthന്റെ സ്കാനിങ് ഇപ്പോഴേ. ഇപ്പോഴാണ് കുറച്ച് ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. അതല്ല, ഞാൻ പക്ഷേ ഇല്ലേ അക്കൂന്റെ ഞാൻ വെയിറ്റ് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി കേട്ടോ. കാരണം ഞാൻ ഫുഡ് കുറെ കഴിച്ചിട്ടാക്കി പഴവും മുട്ടയും പാലും ഒക്കെ കുടിച്ചിട്ടാണ് ഞാനൊരു അതായത് വെയിറ്റ് വെച്ചത്. കാരണം ഞാൻ അത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതായിരിക്കും അല്ലേ, നല്ല തടി കുറവായിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ തടി ഇങ്ങനെ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട്. അതിന് മാത്രം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്നെ ഞാൻ 11-12 മണിക്ക് രാവിലത്തെ 2 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ചേഞ്ച് ആയിട്ട് തോന്നുന്നു. ഫസ്റ്റ് അക്കൂനെ അപേക്ഷിച്ച് അക്കൂനെ ഞാൻ പഴം, മുട്ട, നട്ട്സ് തുടങ്ങിയ എല്ലാ ഐറ്റംസും കഴിച്ചതിന്റെ ശേഷമാണ് ഓരോ ഇത് പോകുമ്പോൾ 2 കിലോ കൊടുത്ത്. ഞാൻ ഒന്നും കഴിക്കാതെ വെയിറ്റ് കൂടുന്നുണ്ട് കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോ കാണാം. ബൈ കൊടുക്കണം. ബൈ. യെസ്.